ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഓട്ടം ഉണ്ട്. ഇന്ന് നമുക്ക് ഓട്ടമുള്ള ചേന്നമംഗലത്തേക്കാണ്, നോർത്ത് പറവൂർ ചേന്നമംഗലത്തേക്കാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6:57 അങ്ങനെ ഞാൻ എണീറ്റ് നേരെ പോയത് പല്ലേക്കാനാണ്. അങ്ങനെ പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് ദോശയും ചമ്മന്തിയും കൂട്ടി ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ 7:55 ഇനി 5 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് ഓട്ടം പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡ്രൈവ് പോണത് ഈ ഗ്ലാൻസയിലാണ്. നമ്മൾ ഇന്നത്തെ ഡ്രൈവ് പോണത്. വണ്ടി ഓടിക്കാനൊക്കെ നല്ല സൂപ്പറായിട്ടുള്ളൊരു വണ്ടി കൂടിയാണ് കേട്ടോ. വണ്ടിയുടെ ചാവി വാങ്ങി അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടു. വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോഴാണ് മനസ്സിലായത് വൈപ്പറിൽ ഒട്ടും വെള്ളമില്ലാന്ന്. ബോണറ്റ് പൊക്കി വൈപ്പറിലെ വെള്ളം ഫുള്ളാക്കി കുറച്ച് ഷാമ്പു ഒഴിച്ചു. ഏകദേശം 8:20 ആയപ്പോൾ തന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ ചാവക്കാട് റൂട്ടിൽ കയറി. ഗുരുവായൂരിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്ററാണ് ചേന്നമംഗലത്തേക്കുള്ളത്. പോകുന്ന വഴി എയർ കുറവാണ്. അതുകൊണ്ട് തന്നെ വാടാനപ്പള്ളിയിലുള്ള ഒരു ടയർ കടയിൽ കയറി എയർ ചെക്ക് ചെയ്തു. 10:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ചേന്നമംഗലത്തെത്തി. ചേന്നമംഗലം കൈത്തറിയുടെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തത്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ വീടുള്ളത്. അവിടെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് റോട്ടിൽ തന്നെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പറവൂർ കവല കയറി നമ്മൾ അങ്കമാലി വഴിയാണ് നമ്മൾ ഗുരുവായൂർക്ക് വരുന്നത്. വരുന്ന വഴിക്ക് അങ്കമാലിയിൽ നല്ല ബ്ലോക്കാണ്. ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ കൊരട്ടിയിലുള്ള ഇന്ത്യൻ ഓയിലിലാണ് കയറിയത്. അവിടുന്ന് ഞാനൊരു മൈലോ കുടിച്ചു. വരുന്ന വഴിക്ക് പുതുക്കാടുള്ളൊരു വീട്ടിൽ കയറേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി അവിടുന്നാണ് ലഞ്ചെല്ലാം കഴിച്ചത്. അവിടുന്ന് അങ്ങനെ ഇറങ്ങി നമ്മൾ നേരെ പിടിച്ചത് ഹൈവേ ആണ്. ഇന്ന് എന്താണെന്നറിയില്ല, ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് അങ്കമാലി മാത്രമാണ് ഈ ഹൈവേയിൽ ബ്ലോക്ക് കിട്ടിയത്. ബ്ലോക്ക് ഇല്ല എന്നുള്ള മനസ്സമാധാനത്തോടെ വണ്ടി ഓടിച്ച് വരുമ്പോഴാണ് പാലിയേക്കര എത്തിയപ്പോൾ കട്ട ബ്ലോക്ക്. നീങ്ങാതെ ഒരു ഏകദേശം 20 മിനിറ്റോളം നമ്മൾ ടോളിൻ്റെ ക്യൂവിൽ തന്നെ നിന്നു. നമ്മുടെ എല്ലാം ഈ ഗതികേട് എന്ന് തീരുമെന്ന് യാതൊരു ഐഡിയയുമില്ല. പാലിയേക്കര ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂങ്കുന്നത്തും ബ്ലോക്കാണ്. അങ്ങനെ നമ്മുടെ 1.5 ട്രാക്കുള്ള റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് നേരെ ഗുരുവായൂരിലേക്ക്. ഇതാണ് നമ്മുടെ പുതിയ 1.5 ട്രാക്ക്. സമയം ഏകദേശം 5:02 ആയപ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂരെത്തി, ഭാഗ്യം കൊണ്ട്. അങ്ങനെ വണ്ടി ഞാൻ അവരുടെ വീട്ടിൽ കയറ്റിയിട്ട് എൻ്റെ വീട്ടിലേക്ക് നടന്നു. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു ഗായ്സ്.